തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം കാത്തു മുന്നണികൾ. പുതിയ വാർഡുകളും സംവരണവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവം. കുമരംപുത്തൂരും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിയെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. പുതിയ സംവരണ പട്ടികയും വാർഡുകളുടെ പുനർവിഭജനവും മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. മുൻപുണ്ടായിരുന്ന 18 വാർഡുകൾക്ക് പുറമെ 3 പുതിയ വാർഡുകൾ കൂടി രൂപീകരിച്ചതോടെ വാർഡുകളുടെ എണ്ണം 21 വർദ്ധിച്ചതും സംവരണ വാർഡുകളുടെ പട്ടിക പുറത്തുവന്നതും മുന്നണികൾക്ക് ഇത്തവണ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് പല വാർഡുകളിലും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് സൂചന. വാർഡുകൾ വർദ്ധിച്ചതും സംവരണ ക്രമീകരണങ്ങളും ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആവേശകരമാക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മുൻപ് പുരുഷന്മാർ പ്രതിനിധീകരിച്ചിരുന്ന പല വാർഡുകളും വനിതാ സംവരണമായി മാറിയിട്ടുണ്ട്. സാധാരണ സംവരണമായിരുന്ന വാർഡുകൾ പൊതുവിഭാഗത്തിലേക്കും ചില വാർഡുകൾ പട്ടികജാതി വർഗ വിഭാഗത്തിലേക്കും മാറിയിട്ടുണ്ട്. ഈ മാറ്റം വിജയിച്ചു പോന്നിരുന്ന പല സിറ്റിംഗ് മെമ്പർമാർക്കും വെല്ലുവിളിയാകുമെന്നിരിക്കെ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾക്കുള്ള വഴിയൊരുക്കും. പ്രാദേശിക ബന്ധങ്ങളും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും പരിഗണിച്ച് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് മുന്നണികൾ. നിലവിലെ ഭരണം നിലനിർത്താൻ ലക്ഷ്യം വെക്കുന്ന UDF കഴിഞ്ഞ തവണ വിജയിച്ച വാർഡുകൾ നിലനിർത്താനും പുതിയ സംവരണ വാർഡുകളിൽ വിജയസാധ്യതയുള്ളവരെ കണ്ടെത്താനും തിരക്കിട്ട കൂടിയാലോചനകളിലാണ്. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പുതിയ വനിതാ നേതാക്കളെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും UDFന്റെ പ്രചാരണം. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തോളമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. പ്രിയപ്പെട്ട MAC സാഹിബ്, ത്രേസ്യാമ്മ ബേബി പോൾ, റംല മണ്ണറോട്ടൽ, അതോടൊപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉബൈദ് ചങ്ങലേരിയെ നമ്മൾ പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് എക്കാലത്തും ഓർക്കുന്ന ഒരുപാട് നല്ല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും പൂർത്തീകരിക്കുകയും പുതിയ കാലത്തേക്ക് സഞ്ചരിക്കാൻ കുമരംപുത്തൂരിലെ ജനതയെ പ്രാപ്തമാക്കുന്നതിനിടക്കാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അതിനുശേഷം പിന്നീട് നമ്മുടെ സുകുമാരി കുളപ്പാടത്ത്, അതുപോലെ ഹുസൈൻ കൊളശ്ശേരി, KP ഹംസ, ഇവരൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ KK ലക്ഷ്മിക്കുട്ടിയും രാജനാമ്പാടത്തും നേതൃത്വം നൽകുന്ന ഭരണസമിതി, ഇതിൽ 3 സമയങ്ങളിൽ അംഗമാവാൻ എനിക്ക് പറ്റിയ 2005-ലും 2010-ലും നിലവിലിപ്പോഴും വളരെയേറെ അഭിമാനത്തോടുകൂടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, പല ആരോപണങ്ങളും വെല്ലുവിളികളുമൊക്കെ ഉണ്ടായപ്പോഴും അതിലൊന്നും ഒരു തരി കഴമ്പ് പോലുമില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ചാരിതാർത്ഥ്യത്തോടുകൂടെ പുതിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നല്ല ആത്മവിശ്വാസവും പ്രതീക്ഷയും എല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് കുമരംപുത്തൂരിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പൊതുസമൂഹം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തുടർന്നും ഈ ഭരണ തുടർച്ചയുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ്. കുമരംപുത്തൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ നമ്മുടെ തെരുവ് വിളക്കുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമ്പോഴും സർക്കാരിൻ്റെ ചില അനാസ്ഥകൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മറുപക്ഷത്ത് ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF കരുക്കൾ നീക്കുന്നത്. പുതിയ സംവരണ സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന അവർ UDF ഭരണത്തിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി ജനങ്ങളെ സമീപിക്കും. യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും വനിതാ സംഘടനകളിൽ നിന്നും കഴിവുറ്റവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 3 പതിറ്റാണ്ടിനടുത്ത് കാലമായി UDFന്റെ ഭരണസമിതിയാണ് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 പതിറ്റാണ്ട് കാലത്തിനിടക്ക് എടുത്തു പറയാവുന്ന ഒരു വികസന നേട്ടവും കൊണ്ടുവരാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല,
പല ഘട്ടങ്ങളിലും അഴിമതിയുടെ വലിയ ചെളിക്കുണ്ടിലാണ് ആ ഭരണസമിതി പോയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം വലിയ രൂപത്തിലുള്ള അഴിമതികൾ പുറത്തു വരികയും അതിനെ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് മുങ്ങുകയും ചെയ്യുന്ന ഭരണസമിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്ത ഒരു ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ വികാരം താഴെ ജനങ്ങൾക്കിടയിലുണ്ട്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വൻ വർധനവ് UDF, LDF മുന്നണികൾക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത്. പഞ്ചായത്തിലെ കുളപ്പാടം, പയ്യനടം പോലെയുള്ള പ്രദേശങ്ങളിൽ BJP നേടിയ മുന്നേറ്റം പല വാർഡുകളിലെയും വിജയസാധ്യതകളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായേക്കാം. ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി പഞ്ചായത്തിൽ തങ്ങളുടെ സ്വാധീനം തെളിയിക്കാൻ BJPയും ശ്രമം നടത്തുന്നുണ്ട്. പയ്യനട ഏരിയ BJPയുടെ ഏരിയ പ്രസിഡന്റ് പ്രസാദ് എന്നാണ് എൻ്റെ പേര്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയിലാണ്. കാരണം കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ സംഘടനാ സംവിധാനം, അതുപോലെ തന്നെ വോട്ടിൻ്റെ വർധനവ്, ഇത് മറ്റ് മുന്നണികളെ ചില വാർഡുകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മറ്റ് മുന്നണികളുടെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്രാവശ്യം കുമരംപുത്തൂർ പഞ്ചായത്തിൽ ഞങ്ങൾ എന്താ പറയുക, താമര വിരിയും, പല ഭാഗങ്ങളിലും താമര വിരിയും. അതുപോലെ തന്നെ ആര് പഞ്ചായത്ത് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട തലത്തിലേക്കുള്ളൊരു ശക്തിയായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടുള്ള എന്താ പറയുക നിരീക്ഷണത്തോടു കൂടി കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളോട് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ പയ്യനടം, അതുപോലെ കുളപ്പാടം, അങ്ങനെ ഒരുപാട് വാർഡുകളിൽ കൃത്യമായിട്ടുള്ള സമ്പർക്ക പരിപാടികളും അതുപോലെ വോട്ട് ചേർക്കൽ എല്ലാത്തിലും BJP ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പരമ്പരാഗത വോട്ടുകൾ ചോരുന്നത് ഇരു മുന്നണികളെയും സൂക്ഷ്മമായ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രേരിപ്പിക്കും. ചില വാർഡുകളിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വങ്ങളും പ്രാദേശിക വിഷയങ്ങളും മുതലെടുത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും രംഗത്തെത്തുന്നുണ്ട്. ഇത് പല വാർഡുകളിലും ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. സംവരണ മാറ്റം വാർഡുകളിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കുന്നതോടെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. പുതിയ വാർഡ് വിഭജനവും സംവരണ മാറ്റവും മുന്നണികൾക്കും വോട്ടർമാർക്കും ഒരുപോലെ ആകാംക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. തങ്ങളുടെ വാർഡിൽ ആരെല്ലാം മത്സരിക്കുമെന്നും ആരാകും അടുത്ത ഭരണസമിതിയെ നയിക്കുക എന്നറിയാനുള്ള പ്രതീക്ഷയിലാണ് കുമരംപുത്തൂരിലെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കുമരംപുത്തൂർ ന്യൂസ്.